നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്രത്തിലാദ്യമായി ഒരു ജനപ്രിയ നായകൻ പ്രതിനായകനായിരിക്കും. സഹപ്രവർത്തകയായ നടിയെ പീഡിപ്പിക്കാൻ കൊട്ടേഷൻ കൊടുത്ത ഒരു ക്രിമിനലാണ് ജനപ്രിയ നായകനായിരുന്ന ദിലീപ് എന്ന് വിശ്വസിക്കാൻ മലയാളിക്ക് ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്നാൽ പോലീസ് പറയുന്നു മലയാളത്തിലെ പ്രമുഖ നടിയെ ആക്രമിച്ച പൾസർ സുനിക്ക് പിന്നിൽ ഈ നടനാണ് ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്. 1994 മുതൽ സെല്ലുലോയിഡിൽ നിറഞ്ഞു നിന്ന ദിലീപ് ഇനി സെല്ലിലേക്ക്. അതെ, വെൽക്കം ടു സബ് ജയിൽ ആരംഭിക്കും. ഫെബ്രുവരി 17 മലയാളത്തിന്റെ പ്രിയ നായികമാരിൽ ഒരാൾ സിനിമാ ലൊക്കേഷനിൽ നിന്ന് മടങ്ങുമ്പോൾ ദേശീയപാതയിൽ കാറിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. എത്രമാത്രം ക്രൂരമായാണ് നടിയെ ആക്രമിച്ചതെന്ന വിവരം മലയാളികൾക്ക് ഇപ്പോഴും ബോധ്യമല്ല. സിനിമാ നടിയല്ലേ, സാരമില്ല എന്ന പതിവ് ന്യായീകരണ വിഭാഗം സംഭവ ദിവസം തന്നെ ഉയർന്നു വന്നുവെങ്കിലും ആക്രമണത്തിനിരയായ നടി നീതിക്ക് വേണ്ടി ഉറച്ചുനിന്നു. നാണക്കേട് ഭയന്ന നടി നിശബ്ദയാകുമെന്ന അക്രമികളുടെ കണക്കുകൂട്ടുകൾ തെറ്റിച്ച് നടി നീതിക്ക് വേണ്ടി പോരാടാൻ തീരുമാനിച്ചതോടെ തിരക്കഥ തിരുത്തപ്പെട്ടു. തനിക്കേറ്റ ക്രൂരത നടി സഹപ്രവർത്തകരോടും പോലീസിനോടും തുറന്നു പറഞ്ഞു. സിനിമാ ലൊക്കേഷനിൽ ഡ്രൈവറായി എത്തിയിരുന്ന പൾസർ സുനി എന്ന ക്രിമിനലും മറ്റ് ഗുണ്ടകളും ചേർന്ന് നടിയെ ഉപദ്രവിച്ചുവെന്നും പണം തട്ടലാണ് ഉദ്ദേശമെന്നും ആദ്യം വാർത്ത പരന്നു. എന്നാൽ നടിക്കെതിരെയുള്ള ആക്രമണം കൊട്ടേഷനാണെന്ന സംശയം വന്നതോടെ തിരക്കഥയിൽ വീണ്ടും മാറ്റമുണ്ടായി. ഇന്ന് വൈകിട്ടത്തുള്ളിൽ തന്നെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളവരെ പിടിക്കാനാവുമെന്ന് 100% ഉറപ്പ് എല്ലാ വശത്തും കിട്ടിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കം എല്ലാവരും വിളിച്ചിരുന്നു, ഉമ്മൻചാണ്ടി സാറടക്കം എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും തീരുമാനങ്ങൾ വൈകുന്നേരത്തുള്ളിൽ തന്നെ കൃത്യമായിട്ടൊരവസ്ഥയിലേക്ക് എത്തും. അവൾ ശാരീരികമായും മാനസികമായിട്ടൊക്കെ ഇപ്പോൾ നോർമലായിട്ടുണ്ട്. അവരിവിടെ ഇല്ല. അവൾ തൽക്കാലം റെസ്റ്റ് എടുക്കുകയാണ്. ഇന്നലെ രാത്രി അവിടെ ഉറങ്ങിയിട്ടില്ല. ഒരുപാട് മാനസികമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ശരിക്കും ബുദ്ധിമുട്ടിപ്പോയൊരു ദിവസമായിരുന്നു, നിർഭാഗ്യകരമായിട്ടുള്ള ദിവസം. നടിക്കെതിരെയുള്ള ആക്രമണത്തിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നും പ്രതിഷേധമുയർന്നു. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ പെരുകുന്നതിൽ പ്രതിപക്ഷം രാഷ്ട്രീയ മുഖം കണ്ടു. കർശന നടപടിയെന്ന് സർക്കാർ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും പ്രധാന പ്രതി പൾസർ സുനിയെ കിട്ടിയില്ല. മറ്റു പ്രതികളുടെ മൊഴിയിൽ നിന്നും പൾസറിനായി വലവിരിച്ച് പോലീസ് കാത്തിരുന്നു. പോലീസ് നിഷ്ക്രിയമെന്ന പ്രതിപക്ഷ പാർട്ടികൾ ആക്ഷേപിച്ചു. നിഷ്പക്ഷവും സമഗ്രവുമായ ഒരു അന്വേഷണം നടത്തി തെന്നിന്ത്യയിലെ പ്രശസ്തയായ നടിക്ക് നേരെ ഉണ്ടായ അക്രമം, അതിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരണം. അമ്മ എന്ന സംഘടന അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ടും നടിക്ക് പിന്തുണ അറിയിച്ചും യോഗം ചേർന്നു. എല്ലാവരും പിന്തുണ പ്രഖ്യാപിച്ച് പ്രസംഗിച്ചു. മുള്ളും മുനയും പുറത്തു വന്നു. ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ്. ഈ ഒരു ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഉള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം അങ്ങേയറ്റം പൂർണ്ണമായ പിന്തുണ നൽകുക എന്നതാണ് നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുക. മികച്ച അഭിനയ പാടവം പുലർത്തി ഇരയ്ക്കൊപ്പം നിന്ന പ്രസംഗം മലയാളി കണ്ടു. സ്ത്രീകൾക്കെതിരെ ആക്രമണം നടത്തുന്നവർ സ്വന്തം വീട്ടിലെ സ്ത്രീകളെക്കുറിച്ച് ഓർക്കണമെന്ന് നടൻ ദിലീപ് പറഞ്ഞു. നമ്മൾ ഉടനെ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് തന്നെയാണ് നോക്കിപ്പോകുന്നത്. വളരെ ഭയക്കുന്ന, ഇത് സിനിമയിൽ സംഭവിച്ചു എന്നതിനേക്കാളപ്പുറം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദാരുണമായ, നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്ന്. അതിനുവേണ്ടി വിശേഷങ്ങളൊക്കെ അറിഞ്ഞ പകരം സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് പോലീസ് അതിൻ്റെ അന്വേഷണമെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരും വളരെ സജീവമായിട്ട് ഇതിൻ്റെ പിന്നിലുള്ള ആളുകളുടെ പുറകെ തന്നെയുണ്ട്. മീഡിയക്കാരോട് പ്രത്യേകിച്ച് പറഞ്ഞ് വാർത്തകൾ വളച്ചൊടിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഇത് സിനിമയിൽ സംബന്ധിച്ചു എന്ന് പറയുമ്പോൾ ഇതിന് ഇത്രയും കൂട്ടായ്മയുണ്ടായി. പക്ഷേ ഇത് നമ്മുടെ ഒരു സാധാരണക്കാരൻ്റെ വീട്ടിലെ നടക്കുന്നൊരു സംഭവമായി നമ്മളെടുത്ത് അതിൻ്റെ ഇനി ഈ നാട്ടിൽ ഇത് സംഭവിക്കാതിരിക്കാൻ അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് കൂട്ടായിട്ട് നിൽക്കാം. അതിൻ്റെ ഭാഗത്ത് ഞാനും ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ സമാധാനത്തിന്റെ മെഴുകുതിരി കത്തിച്ച് അമ്മയുടെ യോഗം അന്ന് അവസാനിച്ചു. എന്നാൽ പോലീസിന് തലവേദനയായി പൾസർ സുനി മുങ്ങി. ആക്രമണം നടന്ന് 6 ദിവസം പിന്നിട്ടിട്ടും
പൾസറിനെ കിട്ടാതെ പോലീസ് പരക്കം പായുമ്പോൾ മറ്റൊരു തിരക്കഥ പോലെ അഭിഭാഷകരുടെ വേഷത്തിൽ സുനിയും കൂട്ടുകാരനും കോടതിയിൽ കീഴടങ്ങാനെത്തി. എന്നാൽ പൾസറിനെ കോടതിയിൽ നിന്ന് പൊക്കി പോലീസ് തിരിക്കഥയിൽ ആദ്യമായി ഒരു തിരുത്തൽ ഇട്ടു. നടിയെ ആക്രമിച്ചതിൽ ഗൂഢാലോചനയില്ലെന്നും പണത്തിനു വേണ്ടി നടിയുടെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയായിരുന്നുവെന്നും പഠിച്ച കള്ളനായ പൾസർ സുനിയുടെ മൊഴി. സുനിയുടെ മൊഴി അനുസരിച്ച് മൊബൈൽ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡിനായി കൊച്ചി മുഴുവൻ പോലീസ് അലഞ്ഞു. ഗോശ്രീ പാലത്തിലും ഓടയിലുമെല്ലാം മെമ്മറി കാർഡിനായി പോലീസ് പൾസറുമായി നടന്നു. ആ സമയം പ്രതിയെ പിടികൂടിയതിൽ പോലീസിനെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗൂഢാലോചനയുള്ളതായി ഇപ്പോൾ കരുതുന്നില്ലെന്ന് പറഞ്ഞത് പ്രതിപക്ഷ ആയുധമായി. മനസ്സിലാക്കിയിടത്തോളം ഈ പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണ്. പ്രധാന പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണ്. അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം, ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണം എന്ന് കുറ്റവാളി സങ്കല്പിച്ചു കൊടുക്കുമല്ലോ, അതിൻ്റെ ഭാഗമായി നടത്തിയ കാര്യം. ഇതാണിവിടെ സംഭവിച്ചിട്ടുള്ളത്. ആളെയോ ആളുകളെയോ കുറ്റവാളിയായും കുറ്റവാളികളായും ചിത്രീകരിക്കുന്ന ഒരു രീതി നമ്മുടെ ചില മാധ്യമങ്ങളെങ്കിലും സ്വീകരിക്കുന്നത് ശരിയാണോ? കേസിന് പിന്നിലുള്ള പ്രമുഖരെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ഇടപെടുന്നുവെന്ന ആക്ഷേപമായിരുന്നു. യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് MLA PT തോമസിന്റെ 48 മണിക്കൂർ സത്യാഗ്രഹ സമരം. മുഖ്യമന്ത്രിയുടെ ഈ തിരിച്ചും മറിച്ചുമുള്ള പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ വളരെ ദുരൂഹതയുണ്ടാക്കുന്നതാണ്. ഇത്രയും പ്രമാദമായ ഒരു കേസിനെ പറ്റി അഭിപ്രായം പറയുന്ന ഏതെങ്കിലും ഒരു പത്രത്താളിൽ കണ്ട വാർത്ത വായിച്ചിട്ടാണ്. പൾസറിന്റെ മൊഴിയിൽ നിന്നും പോലീസിന് മറ്റൊന്നും കിട്ടിയില്ലെന്ന ആക്ഷേപം ഉയരുന്നതിനിടെ അങ്കമാലി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പൾസർ സുനിയെ പ്രധാന പ്രതിയാക്കി പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കേസിലെ ഗൂഢാലോചന തള്ളിക്കളയാതെയുള്ള കുറ്റപത്രത്തിൽ സുനി ഉൾപ്പെടെ 7 പ്രതികൾ, 165 സാക്ഷികൾ. വെറുമൊരു പൾസർ സുനിയെ അകത്തിട്ടതുകൊണ്ട് നടിയുടെ പരാതി അവസാനിക്കില്ലെന്ന് സൂചന നൽകി ചലച്ചിത്ര മേഖലയിലെ വനിതകൾ പ്രതികരിച്ചു തുടങ്ങി. നടൻ ദിലീപിനെതിരെയുള്ള സംശയങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വന്നു. എന്നാൽ അമ്മ എന്ന സംഘടന ദിലീപിനൊപ്പം എന്ന തിരിച്ചറിവ് മറ്റൊരു കൂട്ടായ്മയ്ക്ക് കൂടി ഇവിടെ വഴി തുറന്നു. വിമൺ കളക്റ്റീവ് ഇൻ സിനിമ എന്ന വനിതാ സംഘടന രൂപീകരിക്കപ്പെട്ടു. ചലച്ചിത്ര മേഖലയിലെ ചൂഷണത്തിനെതിരെ ഒരു സ്ത്രീ കൂട്ടായ്മ. കാലങ്ങളായിട്ട് നടക്കുന്ന അനീതിയേക്കാൾ ഉപരി ഇൻവിസിബിലിറ്റിയാണ്. അത് ഇത്തരം പ്രശ്നം ഇല്ല എന്ന് കണ്ണും പൂട്ടിയിട്ട് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടങ്ങളായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇറ്റ് ഹാസ് ടിപ്ഡ് ഓവർ നൗ. ഇനി നമുക്ക് അതുമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. നമുക്ക് മിണ്ടിയേ പറ്റൂ, നമുക്ക് ഒന്നിച്ച് നിന്നേ പറ്റൂ എന്നതിന് ഒരു റീസൺ ഉണ്ടായി. അപ്പം നമ്മൾ വീണ്ടും നമ്മൾ സുഹൃത്തുക്കളെ ഒന്നിച്ച് കാണുകയും സംസാരിക്കുകയും അങ്ങനെ സ്ലോലിയാണ് ഓക്കെ നമുക്കൊരു കളക്റ്റീവായിട്ട് എന്തുകൊണ്ട് നിന്നുകൂടാ എന്നൊരു ചർച്ചയിലേക്ക് നമ്മൾ പോയി. ഇത്രയും കാലങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ചാലഞ്ച് ചെയ്യുന്നത്, ചോദ്യം ചെയ്യുന്നത്, മാറ്റാൻ ശ്രമിക്കുന്നത്. ചെറിയൊരു കാര്യമായിരിക്കില്ല എന്നറിയാം, പക്ഷെ ഒരു തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടെ തനിക്കെതിരെ മാധ്യമങ്ങൾ വിചാരണ നടത്തുകയാണെന്ന ആക്ഷേപവുമായി ദിലീപ് രംഗത്തെത്തി. മാധ്യമ അഭിമുഖങ്ങളിൽ നടിയുമായി അഭിപ്രായ ഭിന്നതകളുണ്ടെങ്കിലും താൻ നിരപരാധിയാണെന്നും തന്നെ വേട്ടയാടുന്നവരുടെ ഉദ്ദേശം തനിക്കറിയാമെന്നുമെല്ലാം ദിലീപ് ആവർത്തിച്ചു. പക്ഷേ പരാതിയിൽ ഉറച്ചുനിന്ന ഇരയാക്കപ്പെട്ട നടിയുടെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തിയതോടെ ഗൂഢാലോചനയുടെ അടിവേരുകൾ വെളിപ്പെട്ടു തുടങ്ങി. ജൂൺ മാസം അവസാനം പോലീസ് അന്വേഷണം വഴിതിരിച്ചുവിടുന്ന സംഭവങ്ങൾ നടന്നു. പൾസർ സുനിയുടെ സഹതടവുകാരന്റെ രഹസ്യമൊഴിയിൽ കേസിൽ ഗൂഢാലോചനയുണ്ടെന്ന് സുനി പറഞ്ഞതായി പോലീസിന് വിവരം ലഭിച്ചു. സുനി ജയിലിൽ നിന്നും പണം ആവശ്യപ്പെട്ട് കത്തയച്ചതും ഫോൺ വിളിച്ചതും തുടർന്നുള്ള സംഭവങ്ങൾ മാത്രം. ജയിലിൽ നിന്നും തങ്ങൾക്ക് ബ്ലാക്ക്മെയിൽ ഫോൺ സന്ദേശം ഉണ്ടായതായി പരാതിപ്പെട്ട ദിലീപും നാദിർഷയും പരാതി നൽകി. ദിലീപേട്ടന് ഒരു ടാർഗറ്റ് ഉണ്ട്.
അപ്പോൾ സുനി പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത്. സുനിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ പലരെയും ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പോൾ അവസാനമാണ് ചേട്ടൻ്റെ നമ്പർ തപ്പി പിടിച്ചപ്പോൾ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ അറിഞ്ഞോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു വിഭാഗം ആളുകൾ ഇപ്പം ചേട്ടൻ്റെ പേര് പറയൂ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ നിരപരാധിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ പേര് വിഷ്ണു എന്നാണെന്ന് പറഞ്ഞത്. ഇതോടെ അന്വേഷണം വഴിമാറി. വമ്പൻ സ്രാവുകൾ പിന്നിലുണ്ടെന്ന് സുനി തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതോടെ സ്രാവുകൾ ആരെന്ന ചോദ്യം വീണ്ടും ഉയർന്നു. മാധ്യമ വിചാരണയ്ക്കില്ലെന്ന് അറിയിച്ച് ആലുവ പോലീസ് ക്ലബ്ബിൽ മൊഴി നൽകാനായി ദിലീപും നാദിർഷയും എത്തി. ഒരു കാര്യം തുറന്നു പറയാം, ചിലരുടെ മാധ്യമ വിചാരകൾക്ക് ഇരിക്കാൻ എനിക്ക് നേരമില്ല. അപ്പോൾ അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത്. എനിക്ക് പറയാനുള്ളത് ഞാൻ പോലീസിനോടും കോടതിയോടൊക്കെ ഞാൻ നേരിട്ട് പറഞ്ഞോളാം. കാരണം എന്നെ പ്രതിയാക്കണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ചുറ്റും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കാനുള്ള ഞാൻ കൊടുത്ത പരാതിക്ക് അനുസരിച്ചുള്ള മൊഴി കൊടുക്കാനാണ് ഞാനിപ്പോൾ പോകുന്നത്. ദയവേത് വളച്ചൊടിച്ചൊന്നും പറയരുത്. കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വരാം. 13 മണിക്കൂർ നീണ്ടുനിന്ന മൊഴിയെടുപ്പായിരുന്നു അത്. ചോദ്യം ചെയ്യലല്ല, തങ്ങളുടെ പരാതിയിലുള്ള മൊഴിയെടുപ്പ് മാത്രമായിരുന്നു അതെന്ന് മര്യാദാരാമനായി ദിലീപ് മാധ്യമങ്ങളോട് പറഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് കിങ് ലെയറിലെ നായകനായ ദിലീപിന് ആദ്യമായി തോന്നിത്തുടങ്ങിയ സമയം. പൾസറിന് ഒപ്പമുള്ള ദിലീപിൻ്റെ ചിത്രങ്ങൾ പോലീസിന് ലഭിച്ച സമയം. അതെ, സദാനന്ദൻ്റെ സമയം മോശമാവുകയായിരുന്നു. സൗണ്ട് തോമയുടെ ശബ്ദം ഇടറിത്തുടങ്ങുമ്പോൾ അമ്മ എന്ന സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേരുകയായിരുന്നു. ചലച്ചിത്ര മേഖലയ്ക്ക് തന്നെ അപമാനകരമായ സംഭവവികാസങ്ങൾ അരങ്ങേറുമ്പോൾ അതൊന്നും ചർച്ച ചെയ്യാതെ അമ്മ തങ്ങളുടെ എക്സിക്യൂട്ടീവ് യോഗം കൊച്ചിയിൽ ചേർന്നു. സൂപ്പർ താരങ്ങൾ പരസ്പരം സെൽഫി എടുത്ത് കളിച്ച രാത്രിയിൽ അമ്മ എന്ന സംഘടനയുടെ ട്രഷററായ ദിലീപ് പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ കുഴയുകയായിരുന്നു. ദിലീപ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയിട്ടും തെളിവുകൾ പലതും ദിലീപിന് എതിരാണെന്ന വാർത്തകൾ വന്നിട്ടും അമ്മ ദിലീപിനെ കൈവിട്ടില്ല. അമ്മയുടെ ജനറൽ ബോഡി യോഗത്തിനു ശേഷം അമ്മയുടെ പ്രസിഡന്റ് ഇന്നസെന്റ് പറഞ്ഞു, ഒന്നും ചർച്ച ചെയ്തില്ല. നടി ആക്രമിക്കപ്പെട്ട വിഷയം ആരും ഉന്നയിച്ചില്ല. കേസന്വേഷണം നടക്കുന്നതിനാൽ സംഘടന മൗനം പാലിക്കുകയാണെന്നും വളരെ ഇന്നസെന്റായി ഇന്നസെന്റ് പറഞ്ഞു. പല വാർത്തകളും ചാനലിലും അതുപോലെ തന്നെ പത്രത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഇവിടെ കാര്യമായിട്ടുള്ളൊരു വിശദീകരണമോ കാര്യങ്ങളൊന്നും തന്നെ. അമ്മ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ സംഭവം അറിഞ്ഞ വഴി ആദ്യം ഞാൻ വിളിച്ചത് മുഖ്യമന്ത്രിയാണ്, പിന്നെ ലോക്നാഥ് ബെഹ്റ അവർക്ക് വിളിച്ചു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മീറ്റിംഗ് നടത്തി. പിന്നെ ഇത് ജാഥയായിട്ടൊന്നും നമ്മൾ നടന്നിട്ടില്ല. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ അകത്തുണ്ട്. അതാ പറഞ്ഞത്, അമ്മയുടെ മക്കളാണ് അവരുടെ പിന്നിൽ ഞങ്ങൾ എന്നും അവരുടെ പിന്നിലുണ്ട്. മേലിൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ വരാതിരിക്കണം, അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ജനപ്രതിനിധികളായ താരങ്ങൾ മുകേഷും ഗണേഷ് കുമാറും രൂക്ഷമായ രീതിയിൽ മാധ്യമങ്ങളെ വിമർശിച്ചു. ഞങ്ങളുടെ കൂട്ടത്തില് ഈ കുറുക്കൻ വേട്ടയാടുന്ന പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെയോ അല്ലെങ്കിൽ മറ്റൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒറ്റപ്പെടുത്തി കൊണ്ടുപോയി വേട്ടയാടി ചോര കുടിച്ച് തിന്നാൻ ആരെയും അനുവദിക്കില്ല. അമ്മ ഒറ്റക്കെട്ടായി ഞങ്ങൾ 2 മെമ്പർമാരെയും കൂടെയുണ്ട്. ഞങ്ങളുടെ പരിപാടി. ഇരയാക്കപ്പെട്ട നടിയെ പരിഹസിക്കുന്ന പ്രസ്താവനകൾ നടത്തിയ ദിലീപാകട്ടെ ഒരു ഖേദപ്രകടനം നടത്തി നിശബ്ദനായി. നമ്മൾ കൂട്ടുകുടുംബം ശ്രദ്ധിക്കണം. ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാണ്. സൗഹാർദ്ദപരമായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂണിറ്റിൽ പരിചയപ്പെട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരുപാട് ദിവസം വർക്ക് ചെയ്തു എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെ വളച്ചൊടിച്ചത് എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് അങ്ങനെ ഒരു വിഷയം സംഭവിച്ചപ്പോൾ അതിൻ്റെ കൂടെ 100% ആ വേദനയിൽ പങ്കുകൊണ്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. അതിൽ ആ സഹപ്രവർത്തകയ്ക്ക് ഇങ്ങനെ ഒരു വ്യാഖ്യാനം സത്യം പറഞ്ഞ 2 ദിവസമായിട്ട് ഉണ്ടായി. അവരുടെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ മനോരമയിൽ കൂടി ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും മൗനവ്രതമിരുന്നു. സ്തുതിപാഠകരായ ചിലർ കൂവി വിളിക്കുന്നതിനിടെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് അമ്മ പിരിഞ്ഞു. ഇടവേള ബാബുവിന്റെ ചായ കൂടി ക്ഷണം ഒഴിവാക്കി മാധ്യമങ്ങളും. ചായ കുടിച്ചിട്ട് പോകുന്നുണ്ടോ?
ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ടു സബ് ജയിൽ തുടരും.